ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ്സീയിലാണ് പോകുന്നത്. ഇന്ന് ഇവിടെ കാശ്മീരിലെ മൊത്തം എല്ലാ സ്ഥലത്തും സ്നോഫോളാണെന്നാണ് പറയണത്. എന്തായാലും നമുക്കത് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഭാഗ്യം കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ശങ്കരാചാര്യ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അതായത് ദാൽ തടാകത്തിൻ്റെ ഇവിടെ നിന്നും ഏകദേശം മുകളിലേക്ക് ഒരു 5 കിലോമീറ്ററോളം പോകാനുണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീയിങ്ങിൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ഷേത്രമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ക്ഷേത്രമല്ലേ, വിശ്വാസികൾക്ക് മാത്രമല്ല ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വൻ നഷ്ടമായിരിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതെന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ട്രാവലറിൽ വന്നതുകൊണ്ട് വണ്ടി ടെമ്പിളിൻ്റെ അതുവരെ പോവില്ല, കുറച്ച് സ്ഥലം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് നടന്നു, കുറച്ച് പേരൊക്കെ ഓട്ടോ എടുത്തു. ഇങ്ങനെ ഒരു തണുപ്പത്ത് നടക്കുക എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ കുറച്ച് പേര് കുട്ടി പട്ടാളങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുള്ളവരൊക്കെ ഓട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടെ ചെക്കിംഗ് ഉണ്ട്. ഇവിടെ ചെക്കിംഗ് എന്ന് പറയുന്നത് വലിയ ബാഗുകൾ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ടേക്ക് അലോ ചെയ്യില്ല. ഫസ്റ്റ് ടൈം, അതായത് ഞാൻ ഏറ്റവും ആദ്യം കാശ്മീരിൽ വന്ന സമയത്ത് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഫോൺ അലൗഡ് ആയിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഫോൺ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് വന്നത്. ഇവിടെ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യും, എന്തെങ്കിലും എന്താ പറയുക കഴിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. വലിയ ബാഗാണെങ്കിൽ കടത്തിവിടില്ല, അപ്പോൾ അതവിടെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിലേക്ക്, അതായത് ഏകദേശം 1200 അടി ഉയരത്തിലാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 250 പടികളാണ്. ഇങ്ങനെ പടികൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നിരപ്പായ സ്ഥലം. അപ്പം അതുകൊണ്ട് അങ്ങനെ കയറാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കൂടെയുള്ള ഏറ്റവും ചെറിയ ആൾ ബദ്രിയാണ് ഈ കയറി പോയോണ്ടിരിക്കണേ. അപ്പം എല്ലാവർക്കും കയറാം കേട്ടോ. അതായത് കുറച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ പോയാലും ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ മുകളിലെത്തും, എത്ര പതുക്കെ പോയാലും. എന്തായാലും ഇത് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ 250 പടികൾ കയറി ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് ഏറ്റവും മനോഹരം. ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, പക്ഷേ എന്നാലും ഇതിൻ്റെ 4 ഭാഗം നിന്ന് കാണുന്നതാണ് ഏറ്റവും മനോഹരം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ കുറേശ്ശെ പതുക്കെ ഓരോ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോയോണ്ടിരിക്കണേ. കയറി വരുമ്പോൾ തന്നെ, അതായത് ഇവിടെ വലിയൊരു മണിയുണ്ട്, അതൊക്കെ മണി അടിച്ചിട്ടാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക, ക്ഷേത്രത്തിൽ മണികളുണ്ടെങ്കിലും നമുക്കത് അടിക്കാൻ പാടില്ല അല്ലേ. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും അത് അടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ശങ്കരാചാര്യർ ഈ ക്ഷേത്രം സന്ദർശിച്ചതിൻ്റെ പേരിലാണ് ശങ്കരാചാര്യ ക്ഷേത്രം എന്നുള്ളൊരു പേര് വന്നത് എന്നാണ് പറയുന്നത്. പ്രധാന പ്രതിഷ്ഠ ശിവനാണ്, വലിയൊരു ശിവലിംഗമാണ് കേട്ടോ പ്രതിഷ്ഠയുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഈ പടികൾ കയറി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും പടികളാണ് ഈ ക്ഷേത്രത്തിലേക്ക്. അതും വലിയ ഇങ്ങനെ ഒരു ഇടുങ്ങിയ ക്ഷേത്രമാണ് കേട്ടോ. ഇത് പ്രസാദം. ഇത് അവിടെ കൊണ്ടിട്ട് പൂജിക്കണം. ഇങ്ങോട്ട് തരും.
लागे नहीं कहियो ओ नजरिया लागे नहीं कहियो नजरिया लागे नहीं कहियो लागे नहीं कहियो लागे नहीं कहियो ओ പറ്റി ചിന്താവിഷ്ടയായ ശ്യാമള. ശ്യാമളേ ഒന്നിങ്ങോട്ട് നോക്കൂ. ഞാൻ നമ്മളെ മായ ചേച്ചിയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വലിയ ഫോട്ടോഷൂട്ടൊക്കെ മുകളിൽ നിന്ന് നടത്തിയിട്ടോ. ക്ഷേത്രം അതിൻ്റെ ആ ഒരു ഭക്തി ബഹുമാനത്തോടു കൂടെ നമ്മൾ തൊഴുതിറങ്ങി. പക്ഷെ അതിൻ്റെ 4 ഭാഗമുള്ള വ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാവരുടെയും കിളിപോയി. എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ടായിരുന്നേ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുക, ഇവിടെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡല്ല, അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ ഇവിടെയാണ് തപസ് അനുഷ്ഠിച്ചത് എന്നാണ് പറയുന്നത്. അപ്പം അതിങ്ങനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഇങ്ങനെ ഉള്ളിലേക്കാണ് കേട്ടോ ഇത് വരുന്നത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. മുകളിലേക്ക് കയറുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ല, താഴേക്ക് ഇറങ്ങി വരാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മളേക്ക് താഴേക്ക് ഇറങ്ങി. അപ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ സ്പോട്ടിലെത്തി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇങ്ങനെ വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത് നിറയെ കാണാനായിട്ട് പറ്റും. തിരിച്ചും അങ്ങോട്ട് പോകാനായിട്ട് വേണമെങ്കിൽ വണ്ടി നമുക്ക് കിട്ടും. അപ്പം ചിലരൊക്കെ നല്ല റേറ്റ് പറയുന്നുണ്ട്. നമ്മൾ പിന്നെ ഈ നല്ല ക്ലൈമറ്റ് കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പത്തിൽ ഇങ്ങനെ നടക്കാനായിട്ട് എനിക്ക് പൊതുവേ നടക്കുന്നത് വലിയ ഇഷ്ടമില്ലാത്തൊരാളാണ്. പക്ഷെ എന്താ അറിയില്ല, ഇവിടുന്ന് നടക്കാനൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ആ കുട്ടികൾ നിങ്ങൾ കണ്ടില്ലേ, അതായത് അവിടുത്തെ കാശ്മീരി കുട്ടികളാണ് കേട്ടോ. ആ ഒരു കുട്ടീനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതാണേ അവരോട്. അവർക്ക് ഇങ്ങനൊരു സന്തോഷം പറഞ്ഞറിയാനാവില്ല. അയ്യോ വീണ്ടും വീണ്ടും നോക്കി നോക്കി ചിരിച്ചു കൊണ്ട് പോവാണേ. ഇതാണ് കേട്ടോ ആ കുട്ടി. ഞാൻ ആ കുട്ടിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇവർ ചോദിക്കുമായിരുന്നു എവിടെയാ സ്ഥലം, ഇവിടെ നിന്നുള്ളവരാണ് എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മളിങ്ങനെ നമ്മുടെ ഗ്യാങ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ എടുക്കാതെ നടന്നു 1.5 കിലോമീറ്ററിലധികം ഉണ്ട് കേട്ടോ. എല്ലാം നടക്കാൻ കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ വെറുതെ കാശ് കളയണമെന്നില്ല. പിന്നെ ഓട്ടോക്കാരാണെങ്കിൽ അങ്ങോട്ട് ചിലർ 300 രൂപ പറയുന്നുണ്ട്. ആളുകൾക്കനുസരിച്ചാണ് ഇവർ റേറ്റ് പറയണേ. അപ്പോൾ അതുകൊണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല. കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ട് ഇല്ലാത്തവർക്ക് എന്തായാലും നടന്നു പോകാൻ വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറുകയാണ്. ഇത് നമ്മുടെ ഡ്രൈവറാണ് കേട്ടോ, നല്ലൊരാളാണ്. അപ്പോൾ നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങി ഈ ദാൽ തടാകത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും എല്ലാവരും കുറച്ച് ഇവിടെ നിന്ന് ആസ്വദിക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് നേരം നമ്മൾ ഇവിടെ നിന്നു. നമ്മുടെ അഞ്ചുമാണ് മുടിയൊക്കെ കഴിച്ചിട്ടിട്ടേ അന്തം വിട്ട പോലെ നമ്മളുടെ സിറിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും ഒരു എന്താ പറയുക ട്രോളിനുള്ള വകുപ്പുണ്ടല്ലേ, പക്ഷെ ഞാൻ ട്രോളൊന്നുമില്ല പാവങ്ങൾ. അപ്പം ഇനി നമ്മളുടെ ബദ്രിക്കാണെങ്കിലോ ഉറക്കം വരുന്നുണ്ട്. ബദ്രി ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു മൂഡിലാണ്. എല്ലാവരും അവരവരുടെ രീതിയിലുള്ള ഫോട്ടോഷൂട്ടാണ്. പാവം കണ്ടു ചക്കുടു വാവ ആർക്കും, അതായത് കുഞ്ഞു വാവേനെ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇത് തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന്. പക്ഷെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ സിയാനാണ്. സിയാൻ ബേബിക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ചുമയൊക്കെ ആയിട്ട് വന്നതാണ്, പക്ഷെ ആൾക്ക് വലിയ കുഴപ്പമില്ല. ആളെല്ലാമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. ഇത് നമ്മളുടെ സത്യൻ ചേട്ടനാണ്. സത്യൻ ചേട്ടൻ മോളെ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് ഇവിടെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ BSNL ആയിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ BSNL ചതിച്ചു. അങ്ങനെ മര്യാദയ്ക്ക് കണക്ഷനേ കിട്ടുന്നില്ല. ജിയോ എല്ലായിടത്തും പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണെങ്കിൽ പോസ്റ്റ് പെയ്ഡ് എല്ലായിടത്തും ഒരുവിധം കിട്ടുന്നുണ്ട്. ജിയോ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയകളിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ മാത്രമേ
കാശ്മീരിൽ വർക്ക് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നേരെ പോകുന്നത് നമുക്ക് ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ നിഷാന്ത് ഗാർഡൻ എന്ന് പറയുന്നൊരു ഗാർഡനിൽ പോകണം. പിന്നെ അതേപോലെ തന്നെ ഹസ്രത് ബാൽ ഷ്രൈൻ എന്ന് പറയുന്ന ഒരു മോസ്കിൽ പോകണം. ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ പരിപാടി. ഇപ്പം നമ്മൾ ഗാർഡനിലെത്തിട്ടോ. ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങി, പ്രത്യേകിച്ച് ക്ലൈമറ്റിൻ്റെ കാര്യമൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സ്നോഫോൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായില്ല. സ്നോഫോളും ഉണ്ടായില്ല, മഴ ഉണ്ടായില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ ഗാർഡനിലേക്ക് വന്നു. സത്യം പറഞ്ഞാൽ ഈ ഗാർഡൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ നിരാശയാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ മറ്റുള്ള ക്ലൈമറ്റിലൊക്കെ വരുമ്പോൾ, അതായത് ഇതിപ്പം വിൻ്റർ കാലത്ത് ഇങ്ങനത്തെ ഗാർഡനിലൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റാണ്. കാരണം ആകെ ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് നിൽക്കുക. പക്ഷേ ഇത് നല്ലൊരു ടൈമിലാണ്, അതായത് ഏപ്രിൽ ആ ടൈമിൽ, അതായത് ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന സമയത്തുള്ള വ്യൂ അതും ഇതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഞങ്ങളെ കണ്ടോ കാശ്മീരി വേഷത്തിൽ എല്ലാവരും ഒരുമിച്ചൊരു റീൽ എടുക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ ക്യാമറാമാനെ കണ്ടില്ലേ. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാവരും ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു റീൽ എടുക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ 2-3 സ്റ്റെപ്പൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, ഇതൊക്കെ ഡാൻസൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്. അതായത് ഡാൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചുമ്മാ ഒരു 2 സ്റ്റെപ്പ് വയ്ക്കാത്രേ ഉള്ളൂ. ഈ റീൽ ഇൻസ്റ്റയിലുണ്ട്, RJ ഷാരി എന്നാണ് എൻ്റെ ഇൻസ്റ്റ ID. അപ്പം നമ്മൾ ആ ഷൂട്ടായിരുന്നു ഇവിടെ മെയിനായിട്ട് നടന്നത്. ആ പർപ്പസ് മാത്രമേ ഇവിടെ വന്നിട്ട് നടന്നുള്ളൂ ഈ ഒരു ഗാർഡനിൽ കേട്ടോ. അപ്പം നിഷാന്ത് ഗാർഡനിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ നേരെ തന്നെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കാം. കുറച്ചും കൂടെ റീസണബിൾ റേറ്റിൽ നമുക്കിതൊക്കെ കിട്ടും. ഓക്കെ, വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ അല്ലേ? ഓരോരുത്തരും ഇറങ്ങി വരണുണ്ടോ? ഓ ഓക്കെ. അയ്യോ, വളരെ കുറച്ച്. അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം മേടിച്ചു. എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കാൻ ഒരുപാട് ആളുകൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കിട്ടും. നേരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ലഞ്ച് കഴിച്ച് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹസ്രത് ബാൽ ഷ്രൈൻ എന്ന് പറയുന്ന മോസ്കിലേക്കാണ് ഇപ്പം നമ്മൾ വന്നേക്കുന്നത്. അപ്പം ഇത് മുഹമ്മദ് നബിയുടെ എന്താ പറയുക തിരുശേഷിപ്പ് സൂക്ഷിച്ച ഒരു പള്ളി എന്നുള്ള രീതിയിലേക്കാണ് ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളത്. ഇതിനേക്കാൾ ഒരു പള്ളി എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പള്ളിയിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്ക് ദാൽ തടാകത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെ നിൽക്കാനായിട്ട്. നമ്മളിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പോൾ അതായിട്ട് വരുന്ന ഒരു ഈ മോസ്ക് എന്താ കാണാനുള്ളതെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഫ്രെയിം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ശ്രീനഗറിലെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം കാഴ്ച എന്ന് പറയുന്നത് ഗുൽമോർഗിലെ മഞ്ഞ് മൂടി നിൽക്കുന്ന ആ ഒരു ദിവസത്തെ കാഴ്ചകളാണ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക, അടുത്ത വീഡിയോയിൽ കാണാം.